ജമ്മു കാശ്മീരിൽ വീണ്ടും പാക് പ്രകോപനം. ജമ്മുവിൽ സുരക്ഷാ സേന പാക് ഡ്രോണുകൾ വെടിവെച്ചിട്ടു. ജമ്മു കുപ്വാര അഖ്നൂർ മേഖലകളിൽ അപായ മുന്നറിയിപ്പുമായി സൈറൺ. കുപ്വാരയിൽ സ്ഫോടന ശബ്ദം കേട്ടു. കൂടുതൽ വിവരങ്ങളുമായി ലിജോ ആണ് ചേരുന്നത്. ലിജോ, കനത്ത തിരിച്ചടി നൽകിയിട്ടും വലിയ മുന്നറിയിപ്പ് ഇന്ത്യ നൽകിയിട്ടും പ്രകോപനം തുടരുകയാണ്. പാകിസ്ഥാൻ നെറുകുന്തലിൽ പ്രഹരം കിട്ടിയിട്ടും പാകിസ്ഥാന്റെ പ്രകോപനം തുടരുന്നു. എന്താണ് അവസ്ഥ, എന്താണ് മനസ്സിലാക്കേണ്ടത്? യുദ്ധത്തിന് തയ്യാറെടുക്കുന്നു എന്നതാണോ സാഹചര്യം മനസ്സിലാക്കാനുള്ളത്? ഏതാണ്ട് യുദ്ധസമാനമായ ഒരു സാഹചര്യത്തിലേക്ക് നിങ്ങൾ പോയിരിക്കുന്നു എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്. അതായത് 4 കേന്ദ്രങ്ങളിൽ 4 മേഖല തിരിച്ചിപ്പോൾ ആക്രമണം ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും ഒടുവിലായി ലഭിക്കുന്ന വിവരം. ജമ്മു കശ്മീരിൽ ആക്രമണം ഉണ്ടായിരിക്കുന്നു, പഞ്ചാബ് അതിർത്തി പ്രദേശങ്ങളിൽ ആക്രമണം ഉണ്ടായിരിക്കുന്നു, അതോടൊപ്പം തന്നെ രാജസ്ഥാൻ അതിർത്തി മേഖലയിൽ ആക്രമണം ഉണ്ടായിരിക്കുന്നു. അങ്ങനെ 4 മേഖലകളിലായി ഇപ്പോൾ ആക്രമണം ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും ഒടുവിലായി ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ. അതിൽ തന്നെ ഇപ്പോൾ മിസൈൽ ജമ്മു വിമാനത്താവളവും ജമ്മു സൈനിക താവളവും കേന്ദ്രീകരിച്ച് അല്ലെങ്കിൽ അത് ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള മിസൈൽ ആക്രമണം ഉണ്ടായിരിക്കുന്നു. 8 മിസൈലുകൾ ഇപ്പോൾ നിർവീര്യമാക്കി എന്നുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത്. അതായത് വ്യോമമാർഗം ഇന്ത്യ ആക്രമിക്കാൻ ശ്രമിച്ച പാകിസ്ഥാന്റെ ശ്രമത്തെ പൂർണ്ണമായും തകർത്തിരിക്കുന്നു എന്നുള്ളതാണ്. അതോടൊപ്പം ജമ്മു മേഖലയിൽ പൂർണ്ണമായും വൈദ്യുതി വിച്ഛേദിച്ചിരിക്കുകയാണ്. പൂർണ്ണമായ ഒരു ഇരുട്ടിലേക്ക് ഈ മേഖല പോയിട്ടുണ്ട് എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. അതിന് കാരണം ഈ മിസൈലുകളും അതോടൊപ്പം തന്നെ ഡ്രോണുകളും എത്തുന്നത് നിർവീര്യമാക്കുക എന്ന ലക്ഷ്യം വെച്ചുകൊണ്ടാണ് അത്തരത്തിലുള്ള നീക്കം നടത്തിയിരിക്കുന്നത്. എന്നാൽ അതേപോലെ തന്നെ സമാനമായി ഷെല്ലാക്രമണം നടക്കുന്നു എന്നുള്ളതാണ് മറ്റൊരു കാര്യം. വിവിധ മേഖലകളിൽ ഷെല്ലാക്രമണം നടക്കുന്നു. പാകിന്റെ അതായത് LOC കേന്ദ്രീകരിച്ച് പല സ്ഥലങ്ങളിലും ഇത്തരത്തിൽ ഇപ്പോൾ ഷെല്ലാക്രമണം നടക്കുന്നു. കുപ്വാരയിൽ ഷെല്ലാക്രമണം നടത്തുന്നു എന്നുള്ളത് വ്യക്തമാകുന്നു. അഖ്നൂരിൽ അത്തരത്തിൽ ഷെല്ലാക്രമണം നടക്കുന്നു എന്ന വാർത്തകൾ പുറത്തു വരുന്നുണ്ട്. അങ്ങനെ വിവിധ മേഖലകളിൽ ഇപ്പോൾ ആക്രമണം നടക്കുന്നു. 4 മേഖല കേന്ദ്രീകരിച്ച് പാകിസ്ഥാന്റെ ആക്രമണം ഉണ്ടാകുന്നു. അത് 2 തരത്തിലാണ്. ഒന്ന് കരമാർഗം, മറ്റൊന്ന് വ്യോമമാർഗം എന്ന നിലയ്ക്ക് ആക്രമണം എന്ന നിലയിലേക്ക് പാകിസ്ഥാൻ ഈ പ്രകോപനം മുമ്പോട്ട് കൊണ്ടുപോകുന്ന ഒരു സാഹചര്യമാണ് നിലനിൽക്കുന്നത്. അതിന്റെ ദൃശ്യങ്ങൾ ഇപ്പോൾ പുറത്തു വന്നിരിക്കും. നമ്മൾ സ്ക്രീനിൽ കാണുന്നത് പോലെ തന്നെ ദൃശ്യങ്ങൾ കാണാൻ കഴിയും. ഒന്നിനു പുറകെ ഒന്നായി ഇപ്പോൾ ഇന്ത്യയിലേക്ക് മിസൈലുകൾ അയക്കുന്ന ഒരു സാഹചര്യം പാകിസ്ഥാന്റെ ഭാഗത്ത് ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ്. അത് പൂർണ്ണമായി നിർവീര്യമാക്കാൻ കഴിഞ്ഞെങ്കിൽ പോലും പാകിസ്ഥാൻ വളരെ തിരക്കിട്ട് കൃത്യമായി പാകിസ്ഥാൻ ഒരു പ്രകോപനം നടത്തുന്നു എന്നുള്ളതാണ് ഇപ്പോൾ പറയുന്നത്. ഇപ്പോൾ ലഭിക്കുന്ന വിവരമനുസരിച്ച് നിരവധി ഡ്രോണുകൾ, അത് ചില ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന 50-ലധികം മിസൈലുകൾ ഇപ്പോൾ തകർത്തിരിക്കുന്നു എന്നുള്ളതാണ്. അത്രത്തോളം രൂക്ഷമായ ഒരു ആക്രമണത്തിന് ഇപ്പോൾ പാകിസ്ഥാൻ ശ്രമിക്കുന്നു. അത് പൂർണ്ണമായും തകർക്കാൻ ഇന്ത്യക്ക് കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ അത്തരത്തിൽ വലിയ തരത്തിലുള്ള ആക്രമണം ഇപ്പോൾ പാകിസ്ഥാന്റെ ഭാഗത്തുണ്ടായിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇപ്പോൾ ഏറ്റവും ഒടുവിലായി പുറത്തു വരുന്നത് സാംബയിലെ ദേശീയപാത ആക്രമിക്കാൻ ഇപ്പോൾ പാകിസ്ഥാൻ ലക്ഷ്യമിട്ടിരുന്നു. ജമ്മുവിൽ വിമാനത്താവളം ആക്രമിക്കാൻ ലക്ഷ്യമിട്ടിരുന്നു. അതോടൊപ്പം തന്നെ ജമ്മു സൈനിക കേന്ദ്രം ആക്രമിക്കാൻ ലക്ഷ്യമിട്ടിരുന്നു. അങ്ങനെ തന്ത്രപ്രധാനമായ മേഖലകൾ കേന്ദ്രമാക്കിക്കൊണ്ട് ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ആക്രമണത്തിനാണ് ഇപ്പോൾ വ്യോമമാർഗം പാകിസ്ഥാൻ തയ്യാറെടുത്തിരുന്നത്. പക്ഷെ അത് പൂർണ്ണമായും നിർവീര്യമാക്കാൻ ഇന്ത്യക്ക് കഴിഞ്ഞിട്ടുണ്ട്. അത് പൂർണ്ണമായും നിർവീര്യമാക്കിയിട്ടുണ്ട്. പക്ഷേ അപ്പോഴും വലിയ ആക്രമണത്തിന് പാകിസ്ഥാൻ തയ്യാറെടുക്കുകയും അത് അവരിപ്പോൾ അത്തരത്തിൽ മിസൈലുകളെ ഇന്ത്യയിലേക്ക് അയക്കുകയും ചെയ്തു എന്നുള്ളതാണ്. ഏതായാലും S-400 എന്ന റഷ്യൻ നിർമ്മിത മിസൈൽ വേദ പ്രതിരോധ സംവിധാനം ഉപയോഗിച്ച് മിസൈൽ ഉപയോഗിച്ച് പൂർണ്ണമായും ഈ മിസൈലുകളെ തകർത്തെറിയാൻ കഴിഞ്ഞു എന്നുള്ളത് ഒരു വലിയ കാര്യമാണ്. പക്ഷേ ആ മേഖലയിൽ ഇപ്പോഴും വലിയ തരത്തിലുള്ള സംഘർഷാവസ്ഥ നിലനിൽക്കുന്നു എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കുന്നത്. ആ മേഖല പൂർണ്ണമായും ആ തരത്തിൽ ഒരു പ്രകോപന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോയിരിക്കുന്നു. ഈ സ്ഥിതി നിയന്ത്രണ വിധേയമാകുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്താൻ ഇനിയും സമയമെടുക്കുന്നതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം ഇന്ത്യയുടെ ഒരു സംസ്ഥാനത്തല്ല, നിലവിലെ സാഹചര്യത്തിൽ ജമ്മു കശ്മീരിലും അതോടൊപ്പം തന്നെ പഞ്ചാബിലെ രാജസ്ഥാൻ അടക്കമുള്ള ഇന്ത്യയുടെ സംസ്ഥാനങ്ങളിലെ അതിർത്തി മേഖലകളിൽ ഇപ്പോൾ പാകിസ്ഥാന്റെ വലിയ തരത്തിലുള്ള ഇപ്പോൾ അവരുടെ ആക്രമണം ഉണ്ടാവുന്നു, അവരുടെ പ്രകോപനം ഉണ്ടാവുന്നു
തുടരുന്നു എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്. വലിയ തോതിലുള്ള ഷെല്ലിംഗ് അവിടെ നടക്കുന്നു എന്നുള്ളതാണ്. ഷെല്ലാക്രമണം അതിരൂക്ഷമാണ് ജമ്മുവിലും പത്താൻകോട്ടിലും എന്നാണ് ഇപ്പോൾ വാർത്തകൾ പുറത്തു വരുന്നത്. ഒരേ സമയം ഷെല്ലാക്രമണം ഒരു വഴിയിൽ നടക്കുന്ന സമയത്ത് തന്നെ മറുവശത്ത് വ്യോമ മാർഗമുള്ള ആക്രമണത്തിനാണ് തയ്യാറെടുത്തത്. എന്നാൽ S-400 എന്ന മിസൈൽ വേദ പ്രതിരോധ സംവിധാനം അതൊരു മിസൈലാണ്. ആ മിസൈൽ ഉപയോഗിച്ച് തന്നെ ആ പ്രതിരോധം തീർക്കാൻ ഇപ്പോൾ ഇന്ത്യക്ക് കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വലിയ തരത്തിലുള്ള അപകടങ്ങളിലേക്ക് കാര്യങ്ങൾ പോയിട്ടില്ല. പക്ഷേ ഇനി ഒരു പൂർണ്ണമായും ഒരു പല സ്ഥലങ്ങളിലും ഡ്രോൺ ഉപയോഗിച്ചുള്ള ആക്രമണത്തിനും തയ്യാറെടുത്തു എന്നുള്ളതാണ്. അഖ്നൂർ, പത്താൻകോട്ട് തുടങ്ങിയ ജമ്മു റീജിയനിലുള്ള പല മേഖലകളിലും, അതായത് 4 സിറ്റികളെ കേന്ദ്രീകരിച്ച് 4 നഗരങ്ങളെ കേന്ദ്രീകരിച്ച് അത്തരത്തിൽ ഒരു ആക്രമണത്തിന് തയ്യാറെടുത്തിരിക്കുന്നു, അല്ലെങ്കിൽ ആ ആക്രമണം ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പക്ഷെ പൂർണ്ണമായും ഈ ഡ്രോണുകളെ വെടിവെച്ചിടുന്നതിന് ഇന്ത്യക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നും ഈ ഘട്ടത്തിൽ മനസ്സിലാക്കുന്നുണ്ട്. ഈ മിസൈൽ പ്രതിരോധം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് പാകിസ്ഥാന്റെ 8 മിസൈലുകളെയും ഇന്ത്യ തകർത്തു അല്ലേ? കൂടാതെ ഈ എയർ ഡിഫൻസ് ഗൺ കൂടി ഉപയോഗിച്ചു എന്ന വാർത്ത കൂടി വരുന്നുണ്ട് ലിജോ. തീർച്ചയായും അത് S-400 എന്ന S-400 എന്ന മിസൈൽ വേദ പ്രതിരോധ സംവിധാനമാണ്. അതുപയോഗിച്ചാണ് ഈ മിസൈലുകളെ തകർത്തിരിക്കുന്നത്. അങ്ങനെ പൂർണ്ണമായും ആ മിസൈലുകളെ നിർവീര്യമാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇന്നലെയും സമാനമായ സംഭവം ഉണ്ടായിരുന്നു. ഇന്നലെ പഞ്ചാബ് അമൃത്സറിനടുത്ത് അതിർത്തി പ്രദേശത്ത് ഇത്തരത്തിൽ സമാനമായ സംഭവം ഉണ്ടായിരുന്നു. അന്ന് എന്ന് പറയുന്ന പോലെ തന്നെയാണ് ഇന്നും സംഭവങ്ങൾ, ഈ അനിഷ്ട സംഭവത്തിന് അല്ലെങ്കിൽ ഈ പ്രകോപനം ഉണ്ടായിരിക്കുന്നത്. അത് നമുക്ക് ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ തന്നെ ഓരോ ഒന്നിനു പുറകെ ഒന്ന് എന്ന നിലയിൽ ഈ മിസൈലുകൾ വരുന്നത് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. ആ വെളിച്ചം നമുക്ക് കാണാൻ കഴിയും. അങ്ങനെ മിസൈലുകൾ മിസൈലുകൾ വന്നെങ്കിൽ പോലും അത് പൂർണ്ണമായും തകർത്തെറിയാൻ ഇപ്പോൾ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ജമ്മു മേഖലയിലാണ് നമ്മൾ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ജമ്മു വിമാനത്താവളവും അതോടൊപ്പം തന്നെ ജമ്മു സൈനിക താവളവും ആക്രമിക്കാനുള്ള ശ്രമമാണ് ഇന്നിപ്പോൾ ഉണ്ടായത്. അത് രണ്ടും പൂർണ്ണമായും തകർത്തെറിയപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ലിജോ സൂചിപ്പിച്ചതുപോലെ പല ദേശീയ മാധ്യമങ്ങളും 50ഓളം ഡ്രോണുകളൊക്കെ വെടിവെച്ചിട്ടെന്ന് പറയുന്നുണ്ട്, റിപ്പോർട്ടുകൾ ചെയ്യുന്നുണ്ട്. ഈ ജമ്മു വിമാനത്താവളത്തിനോട് ചേർന്നാണ് ആക്രമണം നടത്തിയതെന്ന് പറയുമ്പോൾ ഈ ഡ്രോണുകൾ വന്നു പതിക്കാൻ ശ്രമിച്ചതും അതിനെ പ്രതിരോധിച്ചും എല്ലാം ഈ വിമാനത്താവളത്തോട് ചേർന്നുള്ള തൊട്ടടുത്ത പ്രദേശങ്ങളിലാണോ? നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ജമ്മു മേഖല കേന്ദ്രീകരിച്ച് മിസൈൽ ആക്രമണം, അതോടൊപ്പം തന്നെ മറ്റ് സംസ്ഥാനങ്ങളിലും അടക്കം, അതായത് രാജസ്ഥാനിലും പഞ്ചാബിലും അടക്കം ഡ്രോൺ ആക്രമണം നടത്താനുള്ള ശ്രമം നടത്തിയിരിക്കുന്നു. അതോടൊപ്പം തന്നെ മറ്റു മേഖല കേന്ദ്രീകരിച്ച് ജമ്മുവിലെ തന്നെ കുപ്വാര അടക്കമുള്ള മറ്റു മേഖലകളിലേക്ക് കേന്ദ്രീകരിച്ചാണ് ഷെല്ലാക്രമണം നടന്നിരിക്കുന്നത്. അങ്ങനെ പല തരത്തിലാണ് ഈ ആക്രമണം ഉണ്ടായിരിക്കുന്നതാണ് ഈ മനസ്സിലാക്കാൻ കഴിയുന്നത്. ജമ്മുവും സമീപ പ്രദേശത്തുള്ള നഗരങ്ങളെയുമാണ് മിസൈലുകൾ ലക്ഷ്യം വെച്ചെന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കുന്നത്. ആ തരത്തിലാണ് റിപ്പോർട്ടുകൾ ഇപ്പോൾ പുറത്തു വരുന്നത്. അങ്ങനെ ആ ജമ്മുവും RS പുര, സാംബ, അഖ്നൂർ തുടങ്ങിയിട്ടുള്ള സ്ഥലങ്ങളിലാണ് വലിയ തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായത്. ഈ ജമ്മുവും അതോടൊപ്പം തന്നെ പത്താൻകോട്ട് മേഖലകളിൽ ഷെല്ലാക്രമണമാണ് ഉണ്ടായിരിക്കുന്നത്. അങ്ങനെ പല തരത്തിലാണ് ആക്രമണം ഉണ്ടായിരിക്കുന്നത്. അതിനെ ഈ വ്യോമ മാർഗമുള്ള ആക്രമണത്തെ പൂർണ്ണമായും നിർവീര്യമാക്കാൻ ഇന്ത്യക്ക് കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ 8 മിസൈലുകളും അതോടൊപ്പം തന്നെ 50ഓളം വരുന്ന ഡ്രോണുകളും ഇത്തരത്തിൽ നിർവീര്യമാക്കിയിട്ടുണ്ട്, അത് നശിപ്പിക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്. ആ വ്യോമമാർഗമുള്ള ആക്രമണം ഒരു തരത്തിലുള്ള നാശനഷ്ടവും ഉണ്ടാക്കിയിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അത് ഇപ്പോൾ ഏറ്റവും ഒടുവിലായി പുറത്തു വരുന്ന വാർത്ത അമൃത്സറിലും ബ്ലാക്ക് ഔട്ട്, അതായത് പൂർണ്ണമായ അമൃത്സർ മേഖല, അതായത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് പാകിസ്ഥാനുമായി അതിർത്തി പങ്കിടുന്ന ജമ്മു കാശ്മീരിലെയും പഞ്ചാബിലെയും മേഖലകൾ, അമൃത്സർ പോലുള്ള അതോടൊപ്പം തന്നെ ജമ്മു പോലുള്ള മേഖലകളിൽ പൂർണ്ണമായും വൈദ്യുതി വിച്ഛേദിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. അതായത് തുടർ ആക്രമണം ഇന്ത്യ പ്രതീക്ഷിക്കുന്നു എന്നുള്ളതാണ്. ഈ രാത്രിയിൽ ഇനിയും പാകിസ്ഥാന്റെ ഭാഗത്തു നിന്ന് ആക്രമണം ഇന്ത്യ പ്രതീക്ഷിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത്തരത്തിൽ ആക്രമണം ഇനി ഉണ്ടാവാനുള്ള സാധ്യത തള്ളിക്കളയാനാവില്ല. ഈ രാത്രിയിൽ ഇനിയും പാകിസ്ഥാന്റെ ഭാഗത്ത് പ്രകോപനം ഉണ്ടാകുമെന്ന് ഇന്ത്യ പ്രതീക്ഷിക്കുന്നു എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്. ആ തരത്തിൽ അതിനെ പൂർണ്ണമായും നിർവീര്യമാക്കുന്ന തരത്തിലേക്ക് പോകേണ്ടതുണ്ട്. വളരെ സുശബ്ദമായി ശക്തമായ പ്രതിരോധത്തിന് ഇന്ത്യ തയ്യാറെടുക്കുന്നു. ആ തരത്തിൽ അതിനെ പൂർണ്ണമായും ഈ ഒരു തന്ത്രപരമായ നീക്കത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്നുള്ളതാണ് നമുക്ക് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്. ലിജോ, അതായത് ഇന്നത്തെ രാത്രി ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വലിയ സുപ്രധാനമാണ്, വളരെ പ്രധാനപ്പെട്ട രാത്രിയാണ്. പഞ്ചാബിലും കനത്ത ജാഗ്രത തുടരുന്നുണ്ട്. പഞ്ചാബ് അതിർത്തിയിലെല്ലാം ലൈറ്റുകളൊക്കെ അണച്ചുകൊണ്ടുള്ള നടപടികൾ തുടങ്ങിയിട്ടുണ്ട്. എല്ലാ ലൈറ്റുകളും അണയ്ക്കാനുള്ള നിർദ്ദേശങ്ങൾ ജനങ്ങൾക്ക് കൊടുത്തിട്ടുണ്ട്. പഞ്ചാബിലെ ഈ സമാനമായ സാഹചര്യമാണ്. അവിടെ നിർദ്ദേശങ്ങളും ജാഗ്രതകളും സുരക്ഷാ നടപടികൾക്ക് സമാനമായ രീതിയിൽ തന്നെയാണല്ലോ അല്ലേ?
സമാനമായി എല്ലാ മേഖലയിലും, അതായത് പഞ്ചാബ്, രാജസ്ഥാൻ മേഖലയിലും സമാനമായ പ്രതിരോധ സംവിധാനം ഇന്ത്യ തീർത്തിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒരു തരത്തിലും ഏതെങ്കിലും തരത്തിലുള്ള നാശനഷ്ടം ഉണ്ടാക്കാൻ ഈ ഡ്രോണുകൾക്കോ അതോടൊപ്പം തന്നെ ഈ മിസൈലുകൾക്കോ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യമാണ്. നിലവിൽ ഏത് മേഖലയിലായാലും അവിടെയെല്ലാം വരുന്ന വ്യോമമാർഗം വരുന്ന ആക്രമണത്തെ കൃത്യമായി ഇന്ത്യ ചെറുത്തിട്ടുണ്ട്. ചെറുക്കുന്നതിനുള്ള കൃത്യമായ ഇടപെടലുകൾ ഉണ്ടായിട്ടുണ്ട്. ജമ്മു വിമാനത്താവളവും അതോടൊപ്പം തന്നെ ജമ്മു സൈനിക താവളവും ആക്രമിക്കുക എന്നുള്ളതായിരുന്നു പ്രധാനമായും ലക്ഷ്യം വെച്ചിരുന്നത്. ഇത് പൂർണ്ണമായും തകർത്തിരിക്കുന്നു. ജമ്മു സർവകലാശാലയ്ക്ക് സമീപവും ആക്രമണത്തിനുള്ള ശ്രമം നടന്നു എന്നുള്ളതാണ് ഏറ്റവും ഒടുവിലായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അമൃത്സറും ജമ്മുവും പൂർണ്ണമായും ഇപ്പോൾ വൈദ്യുതി വിച്ഛേദിച്ച ഒരു ഇരുട്ടിൽ ആയ അവസ്ഥയിലാണ് ഇപ്പോൾ നിലവിൽ സാഹചര്യങ്ങളുള്ളത്. അത്തരത്തിൽ വളരെ ശക്തമായ പ്രതിരോധം ഇന്ത്യയുടെ ഭാഗത്തുണ്ട്. ഇന്ത്യൻ സൈന്യം വളരെ കൃത്യമായി വളരെ ശക്തമായി തന്നെ പ്രതിരോധ സംവിധാനം ഉപയോഗിച്ച് ഈ പാകിസ്ഥാന്റെ ആയുധ ശേഖരങ്ങളെ അല്ലെങ്കിൽ അവരുടെ മിസൈൽ വരവിനെ പൂർണ്ണമായും തകർത്തിരിക്കുന്നു എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒരു തരത്തിലും പാകിസ്ഥാന്റെ മിസൈലുകൾക്കോ അതോടൊപ്പം തന്നെ ഡ്രോണുകൾക്കോ ഇന്ത്യൻ അതിർത്തി കടന്ന് പുറത്തേക്ക് വരാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നിലവിലെ സാഹചര്യത്തിൽ ജമ്മു കാശ്മീരിലെ ജമ്മു മേഖല, പഞ്ചാബിലെ അമൃത്സർ മേഖല, രാജസ്ഥാനിലെ ജയ്സാൽമീർ മേഖല, ഇങ്ങനെ ഈ മേഖലകളൊക്കെ കേന്ദ്രീകരിച്ചാണ് ആക്രമണം ഉണ്ടായിരിക്കുന്നത്. ആ മേഖലകളെ പൂർണ്ണമായും അവിടെ വന്നിരിക്കുന്ന ആക്രമണത്തെ ചെറുക്കാൻ ഇന്ത്യക്ക് കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ സൈനിക കേന്ദ്രങ്ങൾ കേന്ദ്രീകരിച്ച് അതോടൊപ്പം തന്നെ ഹൈവേകൾ, ദേശീയപാതകൾ കേന്ദ്രീകരിച്ച്, വിമാനത്താവളങ്ങൾ കേന്ദ്രീകരിച്ച് ഒക്കെ ആക്രമണം നടത്താനാണ് പാകിസ്ഥാൻ പദ്ധതിയിട്ടിരുന്നത്. ആ പദ്ധതിയാണ് ഇപ്പോൾ ഇന്ത്യ തകർത്തിരിക്കുന്നത്. വളരെ ശക്തമായിട്ടുള്ള ഒരു പ്രതിരോധ സംവിധാനം ഇന്ത്യ ഉപയോഗിച്ചിരിക്കുന്നു. അത് കൃത്യമായി ഉപയോഗിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് തന്നെയാണ് ഇന്ത്യയുടെ വിജയം. ആ തരത്തിൽ അത് പ്രയോഗിക്കുകയും S-400 പോലുള്ള മിസൈൽ വേദ പ്രതിരോധ സംവിധാനം കൃത്യമായി ഉപയോഗിച്ച് ഈ ആക്രമണത്തെ തകർത്ത് എറിഞ്ഞു എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്.